രാജ്യത്തെ വിമാന സർവീസ് പ്രതിസന്ധി 3 ദിവസം കൂടി തുടരുമെന്ന് ഇൻഡിഗോ. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിച്ചാൽ ഉടൻ ഇൻഡിഗോയ്ക്കെതിരെ നടപടി വരും. ഇന്ന് 650 സർവീസുകൾ മുടങ്ങി. യാത്രാക്കൂലിക്ക് പരിധി നിശ്ചയിച്ചതോടെ വിമാന കമ്പനികൾ നിരക്ക് കൊള്ള അവസാനിപ്പിച്ചു. ഒരാഴ്ച പിന്നിടുമ്പോഴും ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. ബംഗളൂരുവിൽ 150ഉം ഹൈദരാബാദിൽ 114ഉം ചെന്നൈയിൽ 38ഉം സർവീസുകൾ റദ്ദാക്കി. ഓൺ ടൈമിന് ഞാൻ പറയുന്നു, പക്ഷേ അവിടെ സെക്യൂരിറ്റി പറഞ്ഞത് ക്യാൻസൽ ആണെന്ന് പറഞ്ഞത്. റായ്പൂരിന് ഇപ്പം ഇവിടുന്ന് ചെന്നൈ ഉണ്ട്. ചെന്നൈയിൽ നിന്നുള്ള കണക്റ്റഡ് ഫ്ലൈറ്റ് ഇല്ല. ഇവിടെ എയർപോർട്ടിൽ വരുമ്പോഴേ അറിയുന്നത്. നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. പുതിയ മാർഗനിർദ്ദേശം നടപ്പാക്കുന്നതിലും മുന്നൊരുക്കത്തിലും ഇൻഡിഗോയ്ക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ DGCAയുടെ കുറ്റപ്പെടുത്തൽ. സിഇഒയെ പുറത്താക്കാൻ നിർദ്ദേശിച്ചും വൻ തുക പിഴ ചുമത്തിയും ഇൻഡിഗോയ്ക്കെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് കേന്ദ്രം. ഇൻഡിഗോയ്ക്കും അവസരം മുതലെടുത്ത മറ്റ് എയർലൈനുകൾക്കും പാർലമെന്റിലെ വ്യോമയാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് എയർലൈനുകൾ വിമാനക്കൊള്ള അവസാനിപ്പിച്ചത് യാത്രക്കാർക്ക് ആശ്വാസമായി. 50,000-ന് മുകളിൽ നിരക്ക് നിശ്ചയിച്ചിരുന്ന ദില്ലി തിരുവനന്തപുരം റൂട്ടിൽ യാത്രാക്കൂലി 20,000-ൽ താഴെയെത്തി. പ്രതിസന്ധി പരിഗണിച്ച് 89 പ്രത്യേക സർവീസുകൾ റെയിൽവേ പ്രഖ്യാപിച്ചു. റിപ്പോർട്ടർ, ദില്ലി.